അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച കോൻ ബനേഗ കറോർപതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. क्या आप जानते हैं 1 करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं? 10 साल, 20 साल, 30 साल जी नहीं, कम से कम 50 साल लग सकते हैं. लेकिन यहाँ इधर 50 मिनटों में आप 1 करोड़पति बन सकते हैं. तो चलिए आप और हम खेलते हैं कौन बनेगा करोड़पति. ഇതേ പരിപാടി തന്നെ ഷാറുഖ് ഖാൻ അവതരിപ്പിച്ചു. അതെങ്ങനെയായിരുന്നു? क्या आप जानते हैं करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं? 10 साल, 20 साल, 30 साल, जी नहीं, कम से कम 50 साल लग सकते हैं. लेकिन यहाँ इधर 50 मिनटों में आप 1 करोड़पति बन सकते हैं. तो चले आप और हम खेलते हैं कौन बनेगा करोड़पति. പക്ഷേ ഇതിന് ശേഷം പിന്നെ കേരളത്തിലേക്ക് റിയാലിറ്റി ഷോ പടർന്നു പിടിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, രഞ്ജിനി. ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും ചിരിക്കുട്ടൻ ചേട്ടൻ വളരെ മനോഹരമായിരുന്നു, നല്ല ശ്രുതി, നല്ല താളം, പക്ഷെ മോനെ പെർഫോമൻസിനല്ല, പെർഫ്യൂമിനാ മാർക്ക് കേട്ടു. ഇത് കഴിയുമ്പോഴേക്കും ശരത് സാർ വന്നിട്ട് എന്താ പറയാ, മോനെ കുട്ടാ പാടുമ്പോഴേ സംഗതി പറയണം, അവിടെയൊക്കെ തുപ്പി വൃത്തിയിടാക്കും. സാരി കുറച്ചുകൂടി പൊങ്ങണം കൂട്ടാ. കുട്ടനോട് പറഞ്ഞാൽ നന്നായി, കുട്ടിയോടാണെങ്കിൽ വിവരം അറിഞ്ഞാനെ. ഇത് കഴിയുമ്പോഴേക്കും നമുക്കൊന്നും അറിയാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ ദീദി എത്തിയിട്ട് വാവ്, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, ബംബാസ്റ്റിക് ആൻഡ് യുവർ എലാസ്റ്റിക് വാസ് ലൂസ്. ഇങ്ങനെ പറഞ്ഞ് കരയിപ്പിച്ചുകൊണ്ടിരിക്കുക. 2020 എന്ന ചിത്രം ജനങ്ങളുടെ ഇടയിൽ റിയലായി ഹിറ്റായി. ഇതിൻ്റെ ആഘോഷം എറണാകുളത്ത് നടന്നു. വെടിക്കെട്ടിനെത്തിയത് നമ്മുടെ സിനിമാ താരങ്ങളായിരുന്നു. സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തിയാൽ എങ്ങനെയായിരിക്കും? സൂക്ഷിച്ചിരുന്നോ, എൻ്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ്, ഞാൻ കത്തിച്ചുവിടാൻ പോകുന്ന എലിവാണം നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വരാം. ദാ വരുന്നു എൻ്റെ പേരിലുള്ള എലിവാണം. വെടിക്കെട്ട് നടത്തിയപ്പോഴും പാപ്പുല്ലി ഉണ്ടായിരുന്നു. ഇനി മമ്മൂക്ക വന്നിട്ട് ഓലപ്പടക്കം പൊട്ടിച്ചാൽ എങ്ങനെയായിരിക്കും? എൻ്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ്, ഞാനിത് മുന്നിലേക്ക് എടുക്കുന്നില്ല, എടുത്താൽ ഞാൻ കുത്തും, നിങ്ങൾക്ക് പൊള്ളും. ദാ ഓലപ്പടക്കം. നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ അയൽ ജില്ലയായ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കരകാട്ടം കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ മുന്നിൽ എൻ്റേതായ ഒരു മാസ്റ്റർ പീസ് ഐറ്റം അവതരിപ്പിക്കുകയാണ്. കരകാട്ടം. കരകാട്ടവുമായിട്ട് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം തൊട്ട് എല്ലാം ചെയ്യുന്ന ശ്രീ മേനോൻ ഒരു കരകാട്ടത്തിനോടൊപ്പം നൃത്തം വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കുട്ടാ കൊള്ളാം, പറ്റിയല മോളെ, കരകയറാൻ വേണ്ടി കരകാട്ടമല്ല, കരാട്ട വരെ ഞാൻ ചെയ്യും. എൻ്റെ അമ്മയാണ് സത്യം. ഓർമ്മയുണ്ടോ ഈ മുഖം? കാണില്ലെന്ന് എനിക്കറിയാം. എന്നോടാ കളി അല്ല പിന്നെ. എന്തായാലും നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്നത് ലാലേട്ടന് തന്നെയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ കരകാട്ടവുമായിട്ട് എത്തിയാൽ എങ്ങനെയായിരിക്കും? പോടാ ദിനേശ, സവാരി. അയ്യോ കൊച്ചു കളി, ഒറ്റ അടി വെച്ചില്ല ഞാൻ. ഇനി മമ്മൂക്ക കരകാട്ടവുമായിട്ട് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം.
സെൻസിബിലിറ്റി വേണം. വിക്രം ഡമ്മി എവിടെ? സാഞ്ചേട്ടൻ മലയാള ഭാഷയിൽ മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചേട്ടൻ. ഇനി ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് പാടുകയാണ്. ഇവർ കേൾക്കാൻ തയ്യാറാണ്. ಗೆರನಾನು ವಿಯಾನ ಚಲೋವಿ ರೇಲದಿ ಮಾಯಾನ ದಹಿಮೋ ಲೇ ಮೇಟಿ ಬಕುಲ್ನಿ ನೋಂದ್ರಜೋ ಕಡಂದಿ ഇളനായ ഇങ്ങര ഇളുതാൻ കടന്തി. പക്ഷെ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് കൈയടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്പീഡുള്ള അണ്ണാറ കണ്ണാവ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കൂ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കൂ ഇണ്ടവാവു ഇൽമേവാരു ഓണക്കൽ തന്നര പുതാത ലങ്ങേന എന്റെ വിഷുപാലു പിള്ളവ ഇഞ്ഞാണ് ഞപ്പിക്കാതിനേന ലൂരിക്കാം ഞാൻ നമ്നോ പോ തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച. അണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ഉണ്ടാക്കൂ. താങ്ക് യു. ഇനി ഒരു 2 നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. സാഞ്ചേട്ടൻ കഥാപാത്രമായി മാറുന്നു. പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ നാളെ വാരി വെക്കുമ്പോഴറിയത് 1 2 ഡേഷനാണെന്ന്. എനിക്കിവിടെ ഇരിക്കാനായിട്ട്. നീ ഇരുന്നോ, പക്ഷെ ഇരുന്നണം കുടിക്കരുത്, നനഞ്ഞണം മാന്തരുത്, തോളത്തിരുന്ന ദൈവത്താണ് എന്റെ ചെവി തിന്നത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴമില്ല. പഴവും പപ്പടവും പായസവും അല്ല, പഴഞ്ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കടക്കോളം നാരായണൻ, പാലം കടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചതാണോ? ഒരു വെടിക്ക് 2 പക്ഷി. 2 കല്യാണം കഴിച്ചോ? എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം 2 പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കും ഇക്കരെ പച്ചയെന്ന് ഒന്നും, ഇക്കരെ നിൽക്കും എനിക്ക് അക്കരെ പച്ചയെന്ന്. അപ്പൊ ഈ ഭാര്യമാര് ചേട്ടനോട് എന്ത് പറയും? 2 വഞ്ചി കാലി ചോട്ടരുതെന്ന് പറയും. കളസം കീറിപ്പോലെ. കളസം മാത്രമല്ല, പുതിയ ബെർമുട ഉൾപ്പെടെ കീറിപ്പോ. എന്താ ചേട്ടാ ഈ ഭാര്യമാരുടെ പേരൊക്കെ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. മനസ്സിലായില്ല. ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. ഈ മൂദേവി ചേച്ചി എങ്ങനെയാ ആള്? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയുള്ളടാ. അയ്യോ, ഒന്ന് ഞാൻ കേട്ടത് പാവാന്നാണല്ലോ. വണ്ടിയോട് എടുക്കണം മാങ്ങാട പുളി എറിയണം. അപ്പൊ ചേട്ടൻ അടുത്തിട്ടുണ്ടല്ലേ? ഈ ശ്രീദേവി ചേച്ചിയെ പുറത്ത് കാണുന്നില്ലല്ലോ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്താടാ കാര്യം? ഒന്ന് കാണാൻ വേണ്ടിയാട്ടോ. പാവപ്പെട്ടവൻ നിരന്ന് കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട് ഒന്ന് വിളിക്കട്ടെ, പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത്? പണ്ടേ ദുർബല പിന്നെ ഗർഭിണി. പിന്നെയും ഗർഭിണിയായോ? അണ്ണാമൂത്താലും മരങ്കേറ്റം മറക്കൂ. ചേട്ടൻ അത്ര വലിയ അണ്ണാനാന്നൊന്നും പറയണ്ട. ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു, പക്ഷെ ഇപ്പുറത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞമരത്തിലല്ലേടാ ഓടിക്കറാൻ പറ്റുമോ? ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങേറ്റ അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? തടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ്, പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒന്നിച്ച് പഠിച്ചതാ. നിനക്ക് അച്ഛനുണ്ടാ? പിന്നെ അമ്മ 4 പേരെ കാണിച്ചു തന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉവ്വാ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അതെന്താ? നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലേ അങ്ങനെയാടാ. എന്താ? ദുഷ്ടന്മാരെ ദൈവം പല പോലെ. ചേട്ടൻ എൻ്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടനൊരു അച്ഛനാണല്ലോ. ചേട്ടൻ്റെ മകൻ്റെ അടുത്ത് ദുബായിക്ക് പോയിട്ട് എന്തോ ആയി? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ. ചേട്ടൻ്റെ മകനായോണ്ട് പറയല്ല, ചേട്ടൻ്റെതായ യാതൊരു ക്വാളിറ്റീസും അവനില്ല. മത്ത കുത്തിയ കുമ്പളം മുളക്കും. ചേട്ടനോടില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കിട്ടണ്ടേ? ഉപ്പോളം വരുമോടാ ഉപ്പിലിട്ടത്. മുഖച്ചായ എങ്കിലും കിട്ടണ്ടേ? മുഖം നന്നാത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താടാ? ഇങ്ങനെയാണ് മക്കളെയും പട്ടിയൊന്നും വളർത്തരുത്. പുറത്തേക്കണ പട്ടി എന്നെ കണ്ടിട്ട് കുറച്ചില്ല കടിച്ചില്ല. വർഗസ്നേഹം. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ല കല്യാണം വിളിക്കാൻ വന്ന എന്നെ പട്ടി അടിച്ചേനെ. നീ നശിക്കാൻ തീരുമാനിച്ച? ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിസംബറിൽ തണുപ്പല്ലേ? വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത്. ചേട്ടാ അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടി. നിന്നെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന. സത്യം മുഖം കണ്ട് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. എങ്ങനെ മനസ്സിലായേട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഓ വിശേഷം എവിടുന്ന്? ബഹളം വെക്കരുത്. എന്റെ ദൈവമേ, അതൊക്കെ ഫീൽഡാണ്. ആൾക്കാർ മാറി നിൽക്കാൻ പറ. ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കാൻ ദൈവമേ? രാവിലെ തൊട്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കും. ഒരൊറ്റ ആർട്ടിസ്റ്റിനെ പോലും ഇവിടെ കാണി കാണാൻ. ഒരു പൃഥ്വിരാജിനെ പോലത്തെ ആള് വന്നിട്ടുണ്ട് ഇവിടെ. ആരെ? പൃഥ്വിരാജിന്റെ പോലത്തെ ആള്. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ? എന്റെ ദൈവമേ, പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആള് കേറ്റി വിടറോ പടപണ്ടാരത്തിന് ഇങ്ങോട്ട്? എടോ കടന്ന് ചെല്ലടോ. ഇതാണാടാ പൃഥ്വിരാജ്?
ഇതൊരുമാതിരി വൃത്തികെട്ട രാജാണല്ലോടാ. ഡാ, ഇവിടെ വാടാ. ഇതെങ്ങാനും കടിക്കുക. ഇതെന്താണ് തലമുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. ഇതെന്നാ? സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തതാണ്. ഞാൻ ഓർത്ത് വല്ല കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്താണ് നിന്റെ പ്യാര്? സാബു സാ? കഴിഞ്ഞിട്ടുള്ള ബൂ. ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട്? പാട്ട് പാടും. പാട്ട് പാടും. ഒരു പാട്ടുകാരനെ തപ്പി അടക്കായിരുന്നു ഞാൻ. ഏത് ടൈപ്പുള്ള പാട്ടാണ്? പോപ്പാണ്, റോക്കാണ്, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഇതൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളെ പാടാറുള്ളൂ. ഷോ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോണത്? എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ ഒക്കെ നടക്കുന്നത്. അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ട് സാറിനെ ശില്പിക്കുക. ഓക്കെ, അയൽക്കൂട്ടം സൂപ്പർ സിറ്റുവേഷൻ. മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം. ഒലക്കയും കൊണ്ടോടി വാ ശാന്തേവാ, ശാന്തേവാ, ശാന്തേവാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്നെ സമ്മതിക്കണം. സ്വന്തമായിട്ട് കഴിവുകൾ വേണം. അതുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചത് ആരാ? ഞാനല്ലേ? നീയാണോ? ആ. എങ്ങനെ? ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് പണയം വെക്കാൻ കൊണ്ടു ചെന്ന്. അപ്പൊ അവിടുത്തെ പുള്ളി ഉരച്ചു നോക്കിട്ട് പറയാണ്, ഇത് മുക്കുകൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്നും പറഞ്ഞ ഒറ്റ. അപ്പൊ തന്നെ ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചു. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പൽ ദേ എന്ന് പറയുമ്പോൾ ശിങ്കാരിമേളത്തിന് താളം കിട്ടണത്. സാറൊന്ന് പറഞ്ഞു നോക്കി. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പൽ ദേ അങ്ങനെ പറഞ്ഞാൽ കിട്ടൂല. ഇതുപോലെ പറയണം. എങ്ങനെ? നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും ദേ, 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 നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മൽ ജിമിക്കും കമ്മൽ ദേ 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 ദേ. അപ്പൊ ശിങ്കാരിമേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും ദേ എന്ന് പറഞ്ഞാൽ മതിയല്ലേ? സാറിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്ന് പറഞ്ഞാലും കിട്ടും. നിന്റെ അമ്മായിയമ്മയുടെ പറഞ്ഞാലും കിട്ടും കേട്ടോ. എടാ, ഇതല്ല, ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത്. ഡയലോഗ് പ്രസവേഷൻ, ഡയലോഗ് പ്രസന്റേഷൻ, ഡയലോഗ് പ്രസന്റേഷൻ. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും, അതിന്റെ ഭാവത്തിലും തീവ്രതയിലും നീ തിരിച്ചിങ്ങോട്ട് പറയാം. അതിൽ സൂപ്പറായിട്ട് ഞാൻ പറയും. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി ഇപ്പൊ ചമ്പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഹോ, കണ്ടേ പറയില്ല കേട്ടാ. ഷർട്ട് സൂസൊക്കെ ഉണ്ട്, പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല എന്ന് ആരും പറയും. ഇത് സിനിമയിലെ ഡയലോഗാണിത്. ആണാ? മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റ തന്ന് വളർത്തിയില്ലോ. എടാ, ഇത് സിനിമയിലെ ഡയലോഗാണിത്. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടവാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അയ്യോടാ കുരുക്കടാച്ചി വാവ, 9 വയസ്സുള്ള വാവ. മെനകെട്ടവന് ഇത് സിനിമയിലെ ഡയലോഗാണിത്. അപ്പന്റെ ശവം കഴുമരത്തിൽ നിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ദീ നീളത്തിൽ ഞൊളയ്ക്കുവാ തിരുമേനി പുഴുക്കള്. ഞൊളക്കിയ പുഴുക്കളെന്ന്. അത് തന്നെ. ആ പുഴു എന്ന് പറഞ്ഞ പോകുന്ന ഭാവം ഉണ്ടല്ലോ, ആ പുഴുവിന് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യണം. പൊക്കോണം. പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാൻ. ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല. അപ്പഴാ പുഴുവിന്. എടാ, പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കേസല്ല, പുഴുവിന് നമുക്ക് എടുത്തു പറയണം. പുഴുവിനെ എടുത്തു പറയണം. അത് ഞാൻ ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി. അടിപൊളി, സൂപ്പർ. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് 9 പുഴു. എങ്ങനെയുണ്ടാ പുഴു? ഓടാ പുഴു. എടോ, ഇവനല്ലടോ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത്. നമ്മുടെ സിനിമയ്ക്ക് നല്ല തലയെടുപ്പുള്ളൊരു വില്ലനെ വേണം. സാറേ, ഒരു വലിയൊരു ആള് വന്നിട്ടുണ്ട്. ആണോ? ആ. കേട്ടിവിടെ പടവണ്ടാരത്തിന്. സാറ് അവന്റെ പേര് കേട്ട ഞെട്ടും. ആണോ? ആ. വിടവനെ ഇങ്ങോട്ട്. ഏതാണ് ഈ വൈക്കോലും വണ്ടി? നീങ്ങിയേക്കോ. എന്തെന്നാണ് നിന്റെ പേര്? ഷിബു PP 8B ബ്ലൂ ഹൗസ്. ഞെട്ടാൻ പറ്റിയൊരു പേര്. കൊള്ളാം. ഈ സിനിമയില് വില്ലൻ നീ, അവനാണ് നായകൻ. ഞാൻ ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണ. കോക്കാച്ചി. കോക്കാച്ചിനെ മാക്കാനെ കണ്ട തിരിച്ചറിയാൻ മേലേടാ. ഇവൻ വില്ലൻ, നീ നായകൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകനും നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. കാറിക്കൊണ്ട് പോകണം. കാറിക്കൊണ്ട് വരുന്നല്ല, നായകൻ നായകൻ കാറിൽ ഇങ്ങോട്ട് വരുന്നു. വില്ലൻ ആ കാറിന് കുറുകനെ ചാടി വീഴുന്നു. കുറുകനെ. ഓക്കെ, നമുക്ക് ടേക്ക് നോക്കാം. ടേക്ക് നമ്പർ 2, സീൻ നമ്പർ 67. റെഡി, ആക്ഷൻ. ഓക്കെ,
വില്ലൻ കുറുകനെ ചാടുന്നു. ദാ, ഒന്നാണ്. കുറുക്കൻ കൂവിക്കൊണ്ട് വണ്ടി കടി പോയതാ. എടാ, കുറുക്കനെ കൊണ്ട് ചാടാനല്ല, വില്ലൻ കാറിന് വട്ടം ചാടി വീഴുന്നു. അപ്പൊ എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ കാറിന്റെ സൈഡിൽ മാറുന്ന ഡയലോഗ് പറഞ്ഞാ ആ, പറയാം. ആരാടാ നീ? ഷിബു പി പി എറ്റു പി ഏ? അത് നിന്റെ പേര്. നീ ചോദിക്കണം ആരാടാ നീ? ആരൻ നിനക്കടെ വേണ്ട ഒറ്റയടിക്ക് മുട്ടുകാലി ഒന്ന് കളഞ്ഞ എന്നോടല്ല, നീ അവനോട് ചോദിക്കണം ആരാടാ നീ. വിടോ. നല്ല രസമുണ്ട്. എണ ചേരാൻ പറ്റിയ വകുപ്പ്. സാബു. എടാ, അത് നിന്റെ പേര്. നീ ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം. ഇവിടെ ക്യാരറ്റ് തിന്നാ ഞാൻ മുയലാണോ? എടാ, മൊയിലല്ല, നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം. ഞാൻ പാത്രത്തിന്റെ പേര് പറയണം. എടാ, പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പ്യാര്. ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട്. വേറെ പേര്? അത് ഞാൻ കലക്കും. കറക്റ്റായിട്ട് പറഞ്ഞോളാം, കേട്ട് പഠിച്ചോളണം. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഒന്ന് ഞെട്ടി ഞെട്ടി. ഈ പറഞ്ഞ സാധനം ഞാനോ? ഇത്രയും വലുതോ? ഒന്നിട്ട് പറഞ്ഞേ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. വരണ്ടായിരുന്നു. അങ്ങനെ പറയരുത്. നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഞാൻ ആ. കോതമംഗലത്ത് പോകാൻ റെഡി. എടാ, കോതമംഗലത്ത് മുമ്പളെങ്കിലും പോണ കാര്യമല്ല. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. സാറിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം. എന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. അമ്മക്കൊരു പെണ്ണും ഇത് വേണ്ട. നമുക്ക് വേറെ കളി കളിക്കാം. ഇത് ഷൂട്ടിംഗ് ആണ്. നിന്റെ സാബു എന്നുള്ള പേര് മതി. അത് മതി സാറേ. മറ്റത് പറയുമ്പോ ചെറിയൊരു ശ്വാസം മുട്ട് വന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഇങ്ങനെ പറയാവോ? എങ്ങനെ? ഞാൻ ഏതാണ്ട് കണ്ട ഷാട്ടി. ഇതും വേണ്ട. വേണ്ടേ? ഇനി നിന്റെ ഡയലോഗ്. എന്റെയാണോ? നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ? നിനക്ക് പരിപ്പോട വേണോ അതോ പിണ്ണാക്ക് വേണോ? പൊറോട്ട മതിയിടാ. അവന് പുറത്തിറച്ചി മതി. അയ്യോ, ഇതൊന്നും വേണ്ട. ഇനി നിന്റെ ഡയലോഗ്. കടക്ക് പുറത്ത്. കടക്ക് പുറക്ക്. ഞാൻ പറയണ കേട്ട അക്ഷരസ്ഫുടതയോട് പറ. കടപ്പുറത്ത്. അല്ല, കടക്ക് പുറത്ത്. ഇതൊന്നും വേണ്ട. ഇവിടെ അടുത്ത ഡയലോഗ്. അതായത് നിന്റെ ഡയലോഗ്. എന്താ നിനക്കൊരു കുണ്ഠിത ഭാവം? അത് വേണ്ട. അത് വേണ്ട, ഇല്ല, കുറവാ. അതാണ്. ഇനി നിന്റെ ഡയലോഗ്. നീ പോയി കിടന്നുറങ്ങ്. ഓക്കെ. എവിടെ പോണ് പറയുമ്പോ പറയും എന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട്. എടാ, നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാലും നിന്റെ ഡയലോഗാണ്. നീ ഇവരോട് പറയണം നീ പോയി കിടന്ന് ഉറങ്ങ്. നീ പോയി കിടന്ന് ഉറങ്ങ്. ഓക്കേടാ. ആ മുടിയെ കൂട്ടി പല്ലൊക്കെ തെച്ച് പോയി കിടന്ന് ഉറങ്ങണം. ഇത് ഡയലോഗാണ്. കുറച്ച് കട്ടിക്ക് പറ. നീ പോയി കട്ടിക്ക് കിടന്നുറങ്ങ്. എടാ, കുറച്ച് ഭാവത്തിൽ പറയാൻ. നീ പോയി ഭാവത്തിൽ കിടന്നുറങ്ങ്. എടാ, അങ്ങനെയല്ല. കുറച്ച് വികാര പരവശനായിട്ട് പറ. വികാരം. വികാരം കൊള്ളിക്കാനായിട്ട്. എടാ, ഇത് വേണ്ട. ഡയലോഗായിട്ട് പറ. നീ പോയി കിടന്നുറങ്ങ്. നീ പോയി കിടന്നുറങ്ങ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങും. പിന്നെ പണി കിട്ടി. ഇതെന്റെ നാക്ക് കെട്ടുപണിഞ്ഞ് ഞാൻ ചാകാനുള്ള പരിപാടി. നിന്റെ ഡയലോഗാണ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങുമ്പോ എടാ, നിന്നോട് ഇത് പറയാൻ പറഞ്ഞതല്ല. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഒരു മെഴുകുതിരി എത്തിച്ചാ പോരെ. സീറോ ബൾബ് മതിയെന്ന്. എടാ, ഇതൊന്നും വേണ്ട. ഷൂട്ടിംഗ് ഇവിടെ വെച്ച് പാക്കപ്പ് ആണ്. പാക്കപ്പ് രണ്ടുപേർക്കും അവസരമില്ല. അവസരമില്ലേ? ഇല്ല. അയ്യോ സാർ, അങ്ങനെ പറയാം. പാക്കപ്പ് പറഞ്ഞാ പാക്കപ്പ്. സാറേ, അങ്ങനെ പറയാം. പാക്കപ്പ്. ഓടാ അവിടുന്ന്.